ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദ കിയ സോണറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിയയുടെ ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഈ കാണുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു കൃഷ് മച്ചാൻസ് വ്ളോഗ്. ഇന്ന് പല മലയാളികളുടെയും മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് പല കോമ്പാക്ട് SUVകളും അതുപോലെ തന്നെ SUVകളും. ഫ്രണ്ട് സൈഡിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിയ സോണറ്റിൻ്റെ ഒരു സിഗ്നേച്ചറാണ് ഈ ഒരു ടൈഗർ നോസ് ഗ്രിൽ എന്നാണ് ഈ ഗ്രില്ലിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റൈലിഷ് ഡിസൈൻ തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അലൂമിനിയം ഫിനിഷ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നു. അടിഭാഗത്ത് വരുവാണെന്നുണ്ടെങ്കിൽ എയറോ ഡൈനാമിക് ഒരു എയർ ഡാം, നല്ല സൂപ്പർ ഒരു ഡിസൈൻ എയർ ഡാമാണ്. എയറോ ഡൈനാമിക് വണ്ടിയായിട്ടാണ് ഈ ശരിക്കും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരൊരു എയർ ഡാം നല്ല സ്റ്റൈലിഷ് ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. അടിഭാഗത്തായിട്ട് അലൂമിനിയം സ്കിഡ് പ്ലേറ്റ്സ് വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഓരോ പാർട്സിനും സ്പെസിഫിക് ആയിട്ട് അവർ പേര് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ഹെഡ്ലൈറ്റ് പറയുന്നത് ക്രൗൺ ജുവൽ LED ഹെഡ് ആണ് ഈ കാണുന്നത്. സ്ലീക്ക് LED ഫോക്ക് ലാംപ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ മാപ്പ് LED DRLs. അപ്പോൾ ഈ ഓരോന്നും ഒരു സ്പെസിഫിക് പേരിട്ട് തന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ഡിസൈനും വളരെ മികച്ചതാണ്. ഫ്രണ്ട് ബോണറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല കർവി ഡിസൈൻസ് വരുന്നുണ്ട്. അത് ഒരു എയറോ ഡൈനാമിക് ഫിനിഷാണ്. ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. പിന്നെ ഒരു ടയർ സൈസ് വരുന്നത് 215 ബാർ 60 ബാർ R16 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 16 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു അടിപൊളി ORVM മിറേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് LED കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ടേൺ ബ്ലിങ്കേഴ്സാണ് അതെല്ലാം വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഗ്രാപ്പ് റെയിൽ വരുന്നുണ്ട്. ബാക്ക് പോർഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബാക്ക് ടെയിൽ ലാമ്പാണ് വരുന്നത്. പ്രത്യേകം പേര് തന്നെ അവർ ഇട്ടിട്ടുണ്ട്. സ്റ്റാർ മാപ്പ് LED കണക്റ്റഡ് ടെയിൽ ലാംപ്സ് എന്നാണ് പറയുക. ചിലവർ ഇൻഫിനിറ്റി ടെയിൽ ലാമ്പ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നല്ല സ്റ്റൈലിഷ് ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ലുക്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിയയുടെ വണ്ടികളുടെയൊക്കെ ലുക്സ് എടുത്തു പറയേണ്ടതാണ്. നല്ല ക്വാളിറ്റി ഒരു അലൂമിനിയം ഫിനിഷുള്ള സ്കിഡ് പ്ലേറ്റ് ആണ് വരുന്നത്. വണ്ടിയുടെ ബൂട്ട് സ്പേസിനെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത്. 385 ലിറ്ററിൻ്റെ നല്ല കിട്ടിലൻ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം നമ്മുടെ കോ ഡ്രൈവർ സൈഡിലാണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 45 ലിറ്ററിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രാബ് റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷാർക്ക് ആൻറ്റിന നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. ഡോർ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഡോറാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ഇരുന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് എത്ര ലെഗ് സ്പേസ് ഉണ്ട്, അതുപോലെ ഹെഡ് റൂമോ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ ഈ ഫുഡ് സ്റ്റെപ്പിൻ്റെ കേസ് നമ്മൾ പ്രത്യേകം പറയണം. കാരണം ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്തൊരു മാറ്റ് വരുന്നത്. അതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് എക്സ്ട്രാ നമ്മൾ ഓർഡർ ചെയ്യേണ്ടതാണ്. ഈ ഫുഡ് സ്റ്റെപ്പിൻ്റെ കേസ് ഇതിനകത്ത് സോണറ്റ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നതും എക്സ്ട്രാ ആണ് വരിക. നേരത്തെ ഉള്ള ഇതിൻ്റെ വേരിയൻസ് ഒക്കെ ഇനിയും വരുന്നത് അലോയ് വീൽസ് ആണ് വരിക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ വേരിയൻറ്റിൽ തന്നെ ഡോർ സൈഡ് സൺഷെയ്ഡൊക്കെ വരുന്നുണ്ട്. അതും എല്ലായിടത്തും വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഓപ്പറേറ്റ് ചെയ്യാണ്ട്. ഇതുപോലെ തന്നെ നേരെ താത്തി വെച്ചാൽ മതി, ലോക്ക് ഓട്ടോ ലോക്ക് ആയിക്കോളും. വണ്ടിയുടെ ക്വാളിറ്റിയെക്കുറിച്ച് എടുത്ത് പറയണം. കാരണം ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി നല്ല സ്റ്റൈലായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി പെയിൻറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് കിയ അവരുടെ ക്വാളിറ്റിയിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് STX ഡീസൽ വേരിയൻറ്റിൻ്റെ അടുത്താണ്. മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ വണ്ടി. എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ ഫുൾ ഓപ്ഷൻ വണ്ടി മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ ഒരു മിഡ് വേരിയൻ്റ് ഒന്നും ചെയ്യുകയില്ലെന്ന്. ഇതെന്ന് പറയുന്നത് 5th വേരിയൻ്റ് ആണ്. അപ്പം ബേസ് വേരിയൻറ്റിൽ എന്തൊക്കെയുണ്ട്, ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ഇൻറ്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻറ്റീരിയറിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മോഡൽ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒത്തിരി ഫീച്ചേഴ്സ് കാണിക്കുന്നത് ലിമിറ്റഡ് ആണ്. ഇതൊരു 5th വേരിയൻ്റ് ആണ് വരുന്നത്. 5th വേരിയൻ്റ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാൻ എല്ലാ വേരിയൻറ്റിനും എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ എല്ലാം കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യമേ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. 10.25 ഇഞ്ചിൻ്റെ ഒരു അടിപൊളി ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് കുറേ സീക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ഓരോന്ന് എടുക്കാം. നമുക്കിതിനകത്ത് ആദ്യം ഇതിൻ്റെ ബേസിലേക്ക് പോകണം, അല്ലെങ്കിൽ അതിൻ്റെ ഹോമിലേക്ക് പോവാം. ഇപ്പോൾ ഹോമിലേക്ക് പോയതിന് ശേഷം നമുക്കിതിനകത്ത് ഈ സീക്ക് ഓപ്ഷനിൽ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ഇതിനകത്ത് ട്രാക്ക് ഇപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാട്ട് വെച്ചതിന് ശേഷം ട്രാക്ക് സീക്ക് ചെയ്യുന്നതിൻ്റെയാണ് ഇത് കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ സെറ്റപ്പാണ് വരിക.
പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഓപ്ഷനിലാണ് ഇതിനകത്ത് എൻ്റർ ചെയ്യാനായിട്ട് ഇതിൻ്റെ പ്രസ് ചെയ്യാനുള്ള അതാണ്. പിന്നെ അതുപോലെ തന്നെ ട്യൂൺ ചെയ്യാനും ഒക്കെ അതാണ് വരിക. റേഡിയോയുടെ സ്വിച്ച് വരുന്നുണ്ട്, മീഡിയ സ്വിച്ച് വരുന്നുണ്ട്, ഇത് ഫേവറേറ്റ്സിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ പുഷ് ഇതും ഇതുപോലെ തന്നെ ഓപ്ഷൻസ് ബേസ് ചെയ്ത് വരുന്നതാണ്. ഇതിൻ്റെ ഈ നോബ് അതിൻ്റെ റോട്ടറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വോളിയം പ്ലസ് മൈനസ് ആണ് വരുന്നത്. ഇതാണ് ഹസാർഡിൻ്റെ സ്വിച്ച് വരുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് നമ്മുടെ റിയർ ഡിഫോഗർ വരുന്നത്. പുറയിൽ നമുക്ക് ഇതുപോലെ മഞ്ഞൊക്കെ മിസ്റ്റൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡീഫോഗ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിഫോഗറാണ് ഈ കാണുന്നത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ മഞ്ഞൊക്കെ വന്ന് മൂടുക അല്ലെങ്കിൽ മഴയത്ത് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒരു ഈർപ്പം പിടിക്കുന്ന സമയത്ത് ഈ സ്വിച്ച് ഞെക്കിയാൽ മതി, ഫ്രണ്ടിൽ എല്ലാം മാറിക്കിട്ടും. അതൊക്കെ കോമൺ ആണ്, ഞാൻ ജസ്റ്റ് നിങ്ങളെ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു എ സിയുടെ അതിൻ്റെ ഫ്ലോ ആണ്. ഫ്ലോ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻസ് ആണ്. കാലോട്ട് അടിക്കണോ, നേരെ അടിക്കണോ, മേളിലോട്ട് അടിക്കണോ എന്നുള്ളത്. ഇത് എയർ ഫ്ലോ ആണ്. ഇത് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് എ സി ഓഫ് ചെയ്യുന്ന സ്വിച്ചാണ് വരുന്നത്. ഇത് ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. എ സി ഇവിടെയും ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോ എ സിയുടെ സ്വിച്ചാണ്. അത് തന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. 4 എ സി വെൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. 1, 2, 3, 4 എ സി വെൻസ് ആണ് വരുന്നത്. ഇതിനകത്ത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ 6 എയർ ബാഗാണ്. അതിനകത്ത് എയർ ബാഗ് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് എയർ ബാഗാണ് ഈ വരുന്നത്. അതിനകത്ത് സെക്കൻഡ് എയർ ബാഗാണ് ഈ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ എയർ ബാഗാണ് ഈ ബി പില്ലറിൽ വരുന്നത്. ബി പില്ലറിൻ്റെ ഈ ഒരു സൈഡ് പോർഷനായിട്ട് തേർഡ് എയർ ബാഗ് വരുന്നുണ്ട്. 2 ബി പില്ലറിൻ്റെ അവിടെ 2 എണ്ണം, ഈ പുറയിൽ ഈ സൈഡിലായിട്ട് ഈ സീറ്റിൻ്റെ സൈഡിലായിട്ടൊന്നും ഇതിൻ്റെ ഒരു ബാക്ക് പോർഷനായിട്ടൊന്നും. അപ്പോൾ കൂടുതലും ഫ്രണ്ടാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ബാക്കിയുള്ള സ്വിച്ചസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സ്റ്റിയറിംഗ് കൺട്രോൾസിൽ വരുന്നത് വേറൊന്നുമല്ല, ഇതിനകത്ത് കിയ കണക്റ്റ് വരുന്നില്ല. ഇവിടെ ആകുമ്പോൾ കിയ കണക്റ്റിൻ്റെ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. പക്ഷേ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. അത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയ്ക്കകത്ത് വരുന്ന ഒരു ഓപ്ഷനാണ്. നമ്മുടെ മൊബൈൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ മൊബൈൽ എടുക്കുക. നമ്മുടെ മൊബൈൽ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് വൈഫൈ ഓൺ ആക്കുക. വൈഫൈ ഓൺ ആക്കിയതിന് ശേഷം ബ്ലൂടൂത്ത് ഓൺ ആക്കുക. അപ്പോൾ നമുക്കിവിടെ കണക്ട് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് കിയ കണ്ടോ SPL0 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. അതിനകത്ത് ഓൾറെഡി കണക്റ്റഡ് വയ ആൻഡ്രോയിഡ് ഓട്ടോ കണ്ടോ. ഇതിനകത്ത് റെഡ്മി 10 Pro ഹാൻഡ്സ് ഫ്രീ ഇതെല്ലാം കണക്റ്റ് ആയി കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതിപ്പോൾ GPS-ലാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം കാണിക്കാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻസാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് വേണം വോയിസ് അസിസ്റ്റൻസ് കൊടുക്കാം. കണ്ടോ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ഒക്കെ ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇതിപ്പോ ഹിന്ദിയിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ വോയിസ് അസിസ്റ്റൻസ് നമ്മൾ പ്രകാരം നമുക്ക് ആരെങ്കിലും കോൾ ചെയ്യണമെന്നുണ്ടെങ്കിലോ അതുള്ള ഹലോ. അപ്പോൾ ഇതുപോലെ കോൾസൊക്കെ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഞെക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വോയിസ് അസിസ്റ്റൻസ് കൊടുക്കാം. ഇതാണ് മോഡ് ഓപ്ഷൻസ് വരുന്നത്. മോഡെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിനകത്ത് റേഡിയോ മീഡിയ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത്. പിന്നെ സൗണ്ട് നമുക്ക് വേണം കുറയ്ക്കാനും ഇതൊക്കെ ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കോൾ ബട്ടൺ വരുന്നുണ്ട്, ഫേവറേറ്റ്സ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹോൺ വരുന്നത്. ഓരോ വേരിയൻ്റ് അനുസരിച്ച് അല്ലെങ്കിൽ കിയ സെൽറ്റോസിന് വേറെ കുറച്ചുകൂടെ വ്യത്യാസം വരുന്നത്. അതിൻ്റെ ഓരോ ക്വാളിറ്റി ഹോൺസ് ആണ് വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ടാണ് ഈ ഓപ്ഷൻ. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഡ്രൈവ് ഇൻഫർമേഷൻ വരുന്നുണ്ട്, ടയർ പ്രഷർ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇതിങ്ങനെ ഞെക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്ഷൻസ് താവട്ടെ ഇങ്ങനെ ലൈറ്റ്സ്, ഡോർസ്, കൺവീനിയൻസ്, സർവീസ് ഇൻ്റർവെൽ, അതർ ഫീച്ചേഴ്സ്, റീസെറ്റ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷൻസ് ആണ്. നമുക്കിതുപോലെ ഇതിനകത്ത് ഇതാണ് അതിൻ്റെ ഒരു സ്വിച്ച് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഇത്ര കിലോമീറ്ററിൽ പോകുമ്പോൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടണാണ് ഈ വരുന്നത്. പിന്നെ അതിനകത്ത് ഇത് സെറ്റ് ചെയ്ത് ഓക്കെ അടിക്കണമെന്നുണ്ട്, ഓക്കെ ഇത് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരു നല്ലൊരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നല്ല ലെതർ ബേസ് ചെയ്ത് വരുന്ന ഒരു അടിപൊളി സ്റ്റിയറിംഗ് വീല്. സോണറ്റ് എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ വണ്ടിക്ക് വരുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓരോ വേരിയൻറ്റും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്നുള്ളത്. അടുത്ത വരുന്നത് നമ്മൾ സി പോർട്ട് ചാർജർ. ഇവിടുന്ന് C-to-C കണക്ഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ C-പോർട്ട് ചാർജർ വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ തന്നെ ഒരു അടിപൊളി USB പോർട്ട് വരുന്നുണ്ട്. നമുക്കിതിനകത്ത് ഇതിൻ്റെ ഗിയറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് മാനുവലാണ്. ഇതിനകത്ത് റിവേഴ്സ് ഇടുന്നത് ഈ നോബ് ഞെക്കിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും. ഇപ്പം എന്തേ ബാക്ക് ക്യാമറയാണ് നിങ്ങൾ കാണുന്നത്. നമുക്കിതിന് 360 ക്യാമറ ഇല്ല. റിവേഴ്സ് ഇട്ടാൽ ഉടനെ നമുക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ ബാക്ക് ഇതിനകത്ത് കാണുന്നതാണ്. ഇത് റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്, ഫ്രണ്ട് ആൻഡ് ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഓപ്ഷൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ വരുന്നത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് റെസ്റ്റിൻ്റെ അകത്ത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് വരുന്നുണ്ട്.
ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം നമുക്കിതുപോലെ പെർഫ്യൂംസ് സാധനങ്ങൾ കീ ഫോബൊക്കെ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് വരുന്നുണ്ട്. ഇതിൻ്റെ വേരിയൻറ്റ് മാറുന്നതനുസരിച്ച് വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷീറ്റ് വരുന്നത് ഒരു വൈറ്റിഷ് ബേസ് ചെയ്താണ് വരുന്നത്, ബാക്കിയെല്ലാം ബ്ലാക്ക് ആണ് വരിക. നമുക്കിതിനകത്തൊരു അലൂമിനിയം ടച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ ഉറപ്പായിട്ടും ഈ ഒരു വൈറ്റ് ബേസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ കുറച്ച് ഡസ്റ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് താത്തയൊക്കെ ഇട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലായിരിക്കും. ഇത് ഇവിടെ ക്യാബിൻ ലൈറ്റ് വരുന്നുണ്ട്. നമുക്കിത് ഈ ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഡോറ് തുറക്കുന്നതനുസരിച്ച് വരുന്നതാണ്. ഈ സൈഡിലോട്ട് വേണമെങ്കിൽ തിരിച്ചു കഴിഞ്ഞാൽ ക്യാബിൻ ലൈറ്റ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നതാണ്. പിന്നെ ഇതാണ് സൺറൂഫിൻ്റെ വരുന്നത്. മാനുവലായിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് സ്വിച്ചിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് നേരെ ബാക്കിലോട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ നേരെ തിരിച്ചു ആക്കാം. സൺറൂഫിൻ്റെ വരുന്നത് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി ആ ഒരു എയർ കിട്ടണമെന്നുണ്ടെങ്കിൽ, പുറത്ത് എയർ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സൺഗ്ലാസ് ഹോൾഡർ വരുന്നത്. ഇതിനകത്ത് ഇപ്പം കുറേ പേപ്പേഴ്സൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതാണ് വരുന്നത് സൺവൈസർ വരുന്നത്. ഇതിനകത്തൊരു മിറർ വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ആണ് വണ്ടിയുടെ ഗ്ലൗ ബോക്സ് വരുന്നത്. കൂൾഡ് ഗ്ലൗ ബോക്സ് ഒന്നുമല്ല, സിമ്പിൾ ഗ്ലൗ ബോക്സ് ആണ്. അത്യാവശ്യം സാധനങ്ങൾ, നമ്മുടെ ഫയൽസ്, വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ഒരു ബുക്കൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സ്റ്റിയറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്കൊക്കെ അത് അവൈലബിൾ ആണ്. ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഡീറ്റെയിലും കാണിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതുപോലെ തന്നെ ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നത്. ഈ കീ ഫോബ് എപ്പോഴും കൈ വെക്കുക. കീ ഫോബ് കൈ വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഈ കീ ഫോബിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കിയ വളരെ വ്യത്യസ്തമാണ് ഇതുപോലത്തെ ഡിസൈനിൽ കൊണ്ട് തന്നെയാണ്. കാരണം ഇതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ ലോക്ക്, അൺലോക്ക്, ഈ മിററിൻ്റെ ഇത്, അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാം ഇതിൻ്റെ സൈഡിലാണ് വരുന്നത്. നൈസ് കീ ഫോബ് തന്നെയാണ്. കുറച്ച് നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കിത് ഒരിക്കലും പെട്ടെന്ന് പോകുമെന്നൊന്നും വിചാരിക്കേണ്ട. നല്ല കിയ എപ്പോഴും അവരുടെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കീ ഫോബ് ഞാൻ ഇവിടെ വളരെ സൂക്ഷിച്ച് ഞാൻ ഈ സൈഡിൽ വെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു. പിന്നെ ഈ സ്റ്റാർട്ട് എൻജിൻ എന്നുള്ള ഓപ്ഷൻ ഞെക്കുകയാണ്. സ്റ്റോപ്പ് ചെയ്യാൻ ഇവിടെ തന്നെയാണ്. ഇതുപോലെ നമുക്ക് വേണം സ്റ്റോപ്പ് ചെയ്യാം. ഡോർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. റൈറ്റ് സൈഡ് വേണമെങ്കിൽ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മിററിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ലോക്ക് ബട്ടൺ വരുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിൻഡോസിൻ്റെ ആണ്. അതിൻ്റെ ഓരോ സൈഡ് അനുസരിച്ചുള്ള വിൻഡോ അപ്പ് ചെയ്യാനും ഇത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നു കഴിഞ്ഞാൽ ഒരു ചൈൽഡ് ലോക്ക് പോലെയാണ്. നമുക്ക് പുറകിൽ നമുക്ക് ചൈൽഡ് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാൻ, വിൻഡോ ഓപ്പൺ ചെയ്യാതിരിക്കാനായിട്ടുള്ളത്. ഞാനിപ്പോൾ കയ്യിലൊരു ചെറിയ ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന ഈ വണ്ടിയുടെ സ്പേസാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ചെറിയ ബോട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാം. നമുക്കൊരു 1 ലിറ്റർ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. നമുക്ക് കുറച്ച് വലിയ ബോട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൺജഷനായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പേസ് വരുന്നത്. നമുക്കിവിടെ അത്യാവശ്യം വേണമെങ്കിൽ ഇതുപോലെ പേനകളും കാര്യങ്ങളും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡോർ സ്പേസാണ് ഇതിനകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ ക്യാബിൻ സ്പേസ് വരുന്നത്. ഇപ്പോൾ ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് ഇത് കണ്ടില്ലേ, നമ്മുടെ മുട്ട് ഇപ്പോൾ ഇത്ര ഒരു ഗ്യാപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിലെ സ്പേസും കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. നേരെ അങ്ങോട്ട് പോകും. ഞാൻ ബാക്ക് സീറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഞാൻ തന്നെ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത ഫ്രണ്ട് സീറ്റാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു സ്പേസ് എന്താണെന്ന് അറിയാനാണ്. എനിക്ക് ബാക്കിൽ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇത്രയും സ്പേസാണ് ഫ്രണ്ടിലേക്കുള്ളത്. അത്യാവശ്യം തൈ സപ്പോർട്ടും എനിക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ ഹെഡ് റൂം വരുന്നത്. ഞാൻ 173 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. എനിക്ക് വളരെ കൂളായിട്ട് എൻ്റെ ഹെഡ് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കിരുന്നാലും തട്ടുകയോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റിനെ കുറിച്ച് എടുത്ത് പറയണം. ഇതാണ് ഹെഡ് റെസ്റ്റ് വരുന്നത്. നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് റെസ്റ്റാണ്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം പ്രായമുള്ളവർക്കൊക്കെയാണ് ഇങ്ങനെ റിലാക്സ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ക്യാബിൻ ലൈറ്റ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ക്യാബിൻ ലൈറ്റാണ് വരുന്നത്. പുറയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ AC വെൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് 3 സോൺ AC അങ്ങനൊന്നുമല്ല, സിമ്പിൾ AC വെൻസ് ആണ്. ഇങ്ങോട്ട് നമുക്ക് അതിൻ്റെ ഒരു എയർ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ACയും കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ 2 USB പോർട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വരുന്നത് എനിക്ക് തോന്നുന്നു C പോർട്ട് ചാർജറാണ്. 2 C പോർട്ട് ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. അടുത്തത് നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ. നമുക്കിതുപോലൊരു കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ചെളി പറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, വൈറ്റ് ആയതുകൊണ്ടാണ്. സ്പീക്കേഴ്സ് വരുന്നത് ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. 2 ഡോറിൽ, ഫ്രണ്ടിലും 2 ഡോറിൽ സ്പീക്കർ വരുന്നുണ്ട്.
സൈഡിൽ 2 ട്യൂട്ടറും വരുന്നുണ്ട്. സോ 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടറുമാണ് ഈ വണ്ടിക്ക് വരിക. ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഹോൾഡർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിയയുടെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിയയുടെ ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഈ കാണുന്നത്. എല്ലാവർക്കും ഒരു സംശയമുണ്ട് എന്താണ് ഈ ഒരു സംഭവം എന്നുള്ളത്. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കീയോ എന്തെങ്കിലും പ്രൊജക്ഷൻ വരുന്ന എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഇങ്ങനെ ഇതിനകത്ത് കുത്തുവാണെന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡോർ ഓപ്പൺ ആവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് പെട്ടു, വണ്ടി ഇങ്ങനെ മറിഞ്ഞും മലന്നും ഒക്കെ കിടക്കുകയാണ്, ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇതിനോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാം. ഈയിടെ ഒട്ടുമിക്ക വണ്ടികൾക്കും ഇങ്ങനൊരു ഓപ്ഷൻസ് ഞാൻ കാണുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. മെയിനായിട്ടും റോബസ്റ്റ് 15 സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചറാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഫ്രണ്ട് ഡ്യുവൽ എയർ ബാഗ്സ് ആണ്. നമുക്ക് 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. അതിനകത്ത് ഫ്രണ്ട് ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റ് സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് കർട്ടൺ എയർ ബാഗ് വരുന്നുണ്ട്. ABS വിത്ത് EBD വരുന്നുണ്ട്. ബ്രേക്ക് ഫോഴ്സ് അസിസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. VSM വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. HAC ഹിൽ അസിസ്റ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, ഹൈലൈൻ, ടയർ പ്രഷർ മോണിറ്റർ, സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ലോക്ക്. സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ലോക്ക് ഒക്കെ മറ്റു വണ്ടികളൊക്കെ ഉണ്ടാവുന്നതാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ ഫീച്ചർ ലോഡഡ് ആണ്. ഇതെല്ലാം അലക്സയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് അലക്സയ്ക്ക് 3 years ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്റ്റീവ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് അഡാസ് ലെവൽ 1 ഫീച്ചറാണ് വരുന്നത്. അതുപോലെ തന്നെ 70+ ഫീച്ചർ ലോഡഡ് ആണ്. നമ്മുടെ ഫോണ് അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫ്യൂവൽ ലെവൽ ഗേജ് അറിയാൻ പറ്റും, ടയർ പ്രഷറും അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹോൺ ആൻഡ് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ലോക്ക് ആൻഡ് അൺലോക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റും, റിമോട്ട് ക്ലൈമാറ്റിക് കൺട്രോൾ. നമ്മളിപ്പോൾ ഒരു വണ്ടിയിലേക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് റിമോട്ടായിട്ട് നമുക്ക് ഈ വണ്ടി നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്ത് പറ്റുന്നതാണ്. ഇപ്പം പെട്ടെന്ന് നല്ല ചൂടുള്ള സ്ഥലത്ത് കിടക്കും, നമുക്ക് വേണമെങ്കിൽ കൂൾ ഗേജൊക്കെ വരാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡ് വിത്ത് അലക്സ ആണ്. അപ്പോൾ ഇതുപോലുള്ള എല്ലാ ഫീച്ചറുകൾ ലോഡഡാണ് നമ്മുടെ കിയ സോണറ്റ് വൈൽഡ് റീബോൺ 2024 വണ്ടി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബേസ് വേരിയന്റ് HTയിൽ എന്തൊക്കെയുണ്ട്. ഹാലജൻ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 15 ഇഞ്ചിന്റെ ടയർ വരുന്നുണ്ട്. സെമി ലെതർ ലൈറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. മസ്കുലൈൻ ഫ്രണ്ട് ആൻഡ് റിയർ സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. ബോഡി കളർ ഫ്രണ്ട് ആൻഡ് റിയർ ബമ്പർ വരുന്നുണ്ട്. ടൈഗർ നോസ് ഗ്രില്ല് വരുന്നുണ്ട്. റിയർ സെന്റർ ഗാർണിഷ് വരുന്നുണ്ട്. റിഫ്ലക്ടർ കണക്റ്റഡ് ടൈപ്പ് ആണ് വരിക. അതുപോലെ ബോഡി കളർ ഔട്ട്സൈഡ് ഡോർ ഹാൻഡിലാണ്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. പോൾ ടൈപ്പ് ആന്റിനയാണ് വരുന്നത്. പ്രീമിയം ബീച്ച് റൂഫ് ലൈനിങ്, സിൽവർ പെയിന്റഡ് ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ്, ഓൾ ബ്ലാക്ക് ഇന്റീരിയേഴ്സ്, സിൽവർ ഫിനിഷ് AC വെന്റ്സ്. ഈ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ ടെക്നോളജി പരമായിട്ട് നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് 10.67 സെന്റിമീറ്ററിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, കളർ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. C ടൈപ്പ് USB ചാർജർ ഫ്രണ്ടിലൊന്നും റിയറിൽ 2 വരുന്നുണ്ട്. 12 വോൾട്ട് പവർ ഔട്ട്ലെറ്റും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് STE ഓപ്ഷനിനകത്ത് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് സൺറൂഫും സൺഗ്ലാസ് ഹോൾഡേഴ്സും ആണ്. ഇതിനകത്ത് കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ STE ഓപ്ഷനിൽ വരുന്നത് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ടിൽ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഫ്രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഫിക്സഡ് ടൈപ്പ് ഫ്രണ്ട് ആംബ്രസ്റ്റ് വിത്ത് സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട്. റിട്രാക്ടബിൾ റൂഫ് അസിസ്റ്റ് ഹാൻഡിൽ വരുന്നുണ്ട്. റൂഫ് ലാമ്പ് വരുന്നുണ്ട്. ബെഞ്ച് ടൈപ്പ് സീറ്റ് ബാക്ക് ഫോൾഡിംഗ് വരുന്നുണ്ട്. ഫ്രണ്ട് പാസഞ്ചർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്. ഡേ ആൻഡ് നൈറ്റ് റിയർ വ്യൂ മിറർ വരുന്നുണ്ട്. ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഔട്ട്സൈഡ് മിറർ വരുന്നുണ്ട്. മാനുവൽ എയർ കണ്ടീഷനിങ് ആണ്. റിയർ AC വെന്റ്സ്, എക്കോ കോട്ടിംഗ്, സിംഗിൾ ഷെൽ ഹോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ STE ഓപ്ഷൻ. STKയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ ഒരു ഓപ്ഷനിലെ ബേസ് വേരിയന്റ് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ 16 ഇഞ്ച് ടയർ ആണ് വരുന്നത്. ഡ്യുവൽ ടോൺ സ്റ്റൈലിന്റെ വീലാണ് വരുന്നത്. സിൽവർ റൂഫ് റാക്ക് ആണ് വരുന്നത്. ഷാർക്ക് ഫിൻ ആന്റിന വരുന്നുണ്ട്. 20.32 സെന്റിമീറ്ററിന്റെ 8 സ്ക്രീൻ വിത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. 4 സ്പീക്കേഴ്സ്, 2 ട്യൂട്ടേഴ്സും വരുന്നുണ്ട്. ബ്ലൂടൂത്ത് മൾട്ടി കണക്ഷൻ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്. റിയർ വ്യൂ ക്യാമറ വിത്ത് ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. ഡ്രൈവിംഗ് റിയർ വ്യൂ മോണിറ്റർ വരുന്നുണ്ട്. ബർഗ്ലർ അലാറം വരുന്നുണ്ട്. ഓട്ടോ ലൈറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. റിയർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. കൺസോൾ ലാമ്പ് വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട്. മാനുവൽ ആണ്. ലോവർ ഫുൾ സൈസ് സീറ്റ് ബാക്ക് പോക്കറ്റ് വരുന്നുണ്ട്. പാസഞ്ചർ സീറ്റ് ബാക്ക് പോക്കറ്റ് വരുന്നുണ്ട്. അപ്പർ ആൻഡ് ലോവർ. റിയർ ഡോർ സൺഷെയ്ഡ് കാർട്ടൺ, കീലെസ് എൻട്രി, ഓൾ ഡോർ പവർ വിൻഡോ വിത്ത് ഇലുമിനേഷൻ. STKയിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ലൈറ്റ് കൺട്രോൾ, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, റിയർ ഡോർ പവർ വിൻഡോ, ഫോളോ മീ ഹോം ഹെഡ് ലാമ്പ്, സൺഗ്ലാസ് ഹോൾഡർ, കൺസോൾ ലാമ്പ്,
Driver seat height adjustment manual, lower full size seat back pocket, passenger seat back pocket upper and lower, rear door sunshade curtain, keyless entry, all door power window with illumination. അതുപോലെ തന്നെ STK ഓപ്ഷൻ ഉണ്ട്, ഇലക്ട്രിക് സൺറൂഫ് വരുന്നുണ്ട്, സ്റ്റാർ മാപ്പ്, LED കണക്റ്റഡ് ടെയിൽ ലാംപ്സ്, ഫുള്ളി ഓട്ടോമാറ്റിക് എയർ കണ്ടീഷണർ, റിയർ ഡിഫോഗർ. STK പ്ലസ് നമുക്ക് STK ഓപ്ഷനിൽ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ എക്സ്ട്രാ വരുന്നത് Kia signature tiger nose grill with nulled matte chrome surround, electric sunroof, G1.0T, star map LED DRL, star map LED connected tail lamps, ice cube LED fog lamp, remote engine start on smart key, driver one touch auto up down window with safety, rear defogger, smart key with push button, electric folding outside mirror with turn signal. ഇനി STXലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കിയ സിഗ്നേച്ചർ ടൈഗർ നോസ് ഗ്രിൽ വരുന്നുണ്ട്, ഇലക്ട്രിക് സൺറൂഫ്, ക്രൗൺ ജുവൽ LED ഹെഡ് ലാംപ്സ്, ലെതർ ലൈറ്റ് റാപ്പ് ഡീ കട്ട് സ്റ്റിയറിംഗ് വീൽ വിത്ത് സോണർ ലോഗോ, ലെതർ ലൈറ്റ് റാപ്പ് ഡോർ ആംനസ്, ലെതർ ലൈറ്റ് റാപ്ഡ് ഗിയർ നോബ്, അതുപോലെ തന്നെ സിൽവർ ഫിനിഷ് വിത്ത് സിൽവർ ഡെക്കോ AC വെൻസ് ഗാർണിഷ്, ബ്ലാക്ക് ആൻഡ് beige dual tone interior, all black interior with the premium brown inserts, black and brown leather light seat, side door silver garnish, remote engine start on smart key. ഇതാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ 60-40 സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. റിയർ പാസഞ്ചർ അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് വരുന്നുണ്ട്, റിയർ സെൻറ്റർ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, സ്മാർട്ട് കീ വിത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്രൂയിസ് കൺട്രോൾ വിത്ത് മാനുവൽ സ്പീഡ് ലിമിറ്റ് അസിസ്റ്റ്, അതുപോലെ റിയർ ഡിസ്ക് ബ്രേക്സ്, റിയർ പാർസൽ ഷെൽഫ്, ലഗേജ് ലാമ്പ്, ലോവർ ഫുൾ സൈസ് സീറ്റ് ബാക്ക് പോക്കറ്റ്, ട്രാക്ഷൻ മോഡ്സ് വരുന്നുണ്ട്, മൾട്ടി ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, അതുപോലെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് നമുക്ക് ഇതിനകത്ത് STK പ്ലസ് ഓപ്ഷനിലാണ് വരുന്നത്. XTX പ്ലസിന് അഡീഷൻ ടു XTXിൽ കുറേ ഓപ്ഷൻസ് കയറി വരുന്നുണ്ട്. അതാണ് അതുപോലെ തന്നെ GTX പ്ലസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ X-Line എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത് GTയൊക്കെയാണ് അതിൻ്റെ മെയിൻ ഓപ്ഷൻസ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷനകത്താണ് ശരിക്കും പറഞ്ഞാൽ ടെക്നോളജിക്കലായിട്ടും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ലോഡഡും ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GTX പ്ലസ് ആണ്. അപ്പോൾ GT വേരിയൻറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ 16 ഇഞ്ച് ടയർ തന്നെയാണ് വരുന്നത്. സ്പോട്ടി ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ്, കിയ സിഗ്നേച്ചർ ടൈഗർ നോസ് ഗ്രിൽ വിത്ത് നൾഡ് പ്രീമിയം ഡാർക്ക് മെറ്റാലിക് സറൗണ്ട്, അതുപോലെ തന്നെ സ്പോട്ടി ഡൈനാമിക് ഫ്രണ്ട് ആൻഡ് റിയർ സ്കിഡ് പ്ലേറ്റ്സ് വിത്ത് ഡാർക്ക് മെറ്റാലിക് ആക്സൻസ്, സ്ലീക്ക് LED ഫോഗ് ലാംപ്സ്, ഗ്ലോസി ബ്ലാക്ക് റൂഫ് റാക്ക്, ഡാർക്ക് മെറ്റാലിക് ഡോർ ഗാർണിഷ്, സ്പോയിലർ ബോഡി കളർ, അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ വിത്ത് ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിംഗ് ക്ലസ്റ്റർ. അതൊക്കെ നമ്മുടെ 3XO ഇതിനകത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡാസിനകത്ത് ക്യാമറ ടൈപ്പ് വിത്ത് 10 ഓട്ടോണമസ് ഫീച്ചേഴ്സ്, ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, ഫോർവേഡ് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റ്, അതുപോലെ തന്നെ കാറും പെഡസ്ട്രിയനും സൈക്ലിസ്റ്റും എല്ലാത്തിനെയും ചെക്ക് ചെയ്യുന്നതാണ്. ലെയിൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്, ലെയിൻ ഫോളോ അസിസ്റ്റ് വരുന്നുണ്ട്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് വരുന്നുണ്ട്, ഹൈ ബീം അസിസ്റ്റ് വരുന്നുണ്ട്, ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ് വരുന്നുണ്ട്, ലീഡിംഗ് വെഹിക്കിൾ ഡിപ്പാർച്ചർ അലേർട്ട് വരുന്നുണ്ട്, 4-വേ പവർ ഡ്രൈവേഴ്സ് സീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്നത്. നമുക്കിനി X-Line എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ X-Line നമുക്ക് അത് അവൈലബിൾ ആവുമോ എന്നുള്ളത് നോക്കണം. ഇതാണ് മെയിൻ വേരിയൻറ്റ്. GT വേരിയൻറ്റ് വരെയാണ് ഇപ്പം കൂടുതൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചർ വൈസ് വരുന്നത്. എഞ്ചിൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മോഡലാണ് വരുന്നത്. സ്മാർട്ട് സ്ട്രീം G1.2, സ്മാർട്ട് സ്ട്രീം G1.0, TGDI. അതും ഇത് രണ്ടും പെട്രോൾ ആണ് വരിക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D1.5 CRDI VGT എഞ്ചിനാണ് വരുന്നത്. അതും ഡീസൽ മോഡലാണ്. അതിൻ്റെ പവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 116 PS പവറും അതുപോലെ 250 Nm ടോർക്കുമാണ് വരുന്നത്. 6 മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ സസ്പെൻഷൻ വരുന്നത് മാക്ഫ്രണ്ട് സ്റ്റാർട്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. ബാക്കിൽ വരുന്നത് കപ്പിൾ ടോർഷൻ ബീം ആക്സിലാണ് CTBA വിത്ത് കോയിൽ സ്പ്രിംഗ് ഇതാണ് വരുന്നത്. ബ്രേക്സ് വരുന്നത് ഓൾ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഇതിനകത്ത് XTX, STX പ്ലസ്, GTX പ്ലസ്, X-Line ഇതൊക്കെ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക്, റിയർ ഡ്രം, STEക്കും STOയ്ക്കും STKയ്ക്കും STK ഓപ്ഷണലും STK പ്ലസിനും ഫ്രണ്ട് ഡിസ്കും ബാക്കി റിയർ വരുന്ന ഡ്രമ്മുമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിംഗ് 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, IMTയിലും വരുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന വണ്ടിയുടെ ഡയമെൻഷനെ കുറിച്ചാണ്. വണ്ടിയുടെ ടോട്ടൽ നീളം വരുന്നത് 3995 mm ആണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു വിഡ്ത്ത് വരുന്നത് 1790 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ ടയർ ടു ടയർ വരുന്നത് 2500 mm ആണ് വരുന്നത്. വണ്ടിയുടെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 1642 mm ആണ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പറ്റീറ്റർ വരുന്നത് നമുക്ക് ബ്രസ വരുന്നുണ്ട്, വെന്യൂ വരുന്നുണ്ട്,
നെക്സോൺ വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കമ്പാരിസൺ നോക്കുക. ഞാൻ എൻ്റെ നേരത്തെ കോമ്പറ്റീറ്റർ 3XO മഹീന്ദ്ര 3XO ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളത് കാണാത്ത വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ പോയി കാണുക. ഞാൻ എൻ്റെ ഐ-കാർഡിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. എപ്പോഴും ഫുൾ ഓപ്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒത്തിരി നല്ല ഓപ്ഷൻസ് വരും. ബോസിൻ്റെ തന്നെ 7 സ്പീക്കർ സിസ്റ്റം വരും, സ്മാർട്ട് പ്യുവർ എയർ പ്യൂരിഫയർ വരും, ബാക്ടീരിയ വൈറസിൽ നിന്നൊക്കെ ഒരു എന്താ പറയുന്നത് മുക്തി നൽകിക്കൊണ്ടുള്ള പ്യൂരിഫയർ, ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്രൊഫൈലേ മാറുന്നതാണ്. മാപ്പ് ആൻഡ് സിസ്റ്റം അപ്ഡേറ്റ് വരുന്നുണ്ട്. കിയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഫൈൻഡ് മൈ കാർ ഓപ്ഷൻ. ഫൈൻഡ് മൈ കാർ സറൗണ്ട് വ്യൂ മോണിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിയ നമുക്കൊരു നല്ല ഓപ്ഷൻ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് ഒരു സിമ്മൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓണറിന് എവിടെ ഇരുന്ന് വേണമെങ്കിലും വണ്ടിയെ വീക്ഷിക്കാൻ അല്ല കാണാമെന്നുള്ള രീതി സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു സാറ്റലൈറ്റ് മുഖേന നമുക്ക് ഒരു 3 വർഷത്തേക്ക് ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. വണ്ടി എവിടെ നമുക്ക് മിസ്സിങ് ആണെങ്കിലും അത് നമ്മുടെ മൊബൈലിലൂടെ അറിയാൻ പറ്റുന്നതാണ്. അതാണ് ഫൈൻഡ് മൈ കാർ വിത്ത് സറൗണ്ട് വ്യൂ മിറർ. അപ്പം ഇത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുപോലെ തന്നെ AI പവേർഡ് വോയിസ് റെക്കഗ്നൈസേഷൻ സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സാറ്റലൈറ്റ് മുഖേനയുള്ള ആ ഒരു നമ്മുടെ വണ്ടിയായിട്ടൊരു കണക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ധൈര്യം തന്നെയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ തന്നെയാണ്. ഈ വണ്ടിക്ക് നമുക്ക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പർപ്പസായിട്ട് ആരെങ്കിലും നമ്മുടെ വണ്ടിയെ വളരെ എന്തെങ്കിലും ദൂഷ്യമായിട്ട് എന്തെങ്കിലും ചെയ്തെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിയ കണക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് ആ ഇൻഫർമേഷൻ തരുന്നതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് ലൈവ് വെഹിക്കിൾ ട്രാക്കിംഗ് നമുക്ക് കിട്ടുന്നതാണ്. അത് നമുക്ക് സ്മാർട്ട് ഫോൺ വഴി നമുക്ക് നാവിഗേഷനോ GPS സിസ്റ്റം വഴി ലൈവ് വെഹിക്കിൾ ട്രാക്കിംഗ് ഉണ്ട്. അത് തന്നെ വലിയൊരു സംഭവമാണ്. വെഹിക്കിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ്റനൻസ് റിപ്പോർട്ടെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിമോട്ടായിട്ട് നമുക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ചെയ്യാനും ലോക്ക് സൺറൂഫ് ചെയ്യാനും അതുപോലെ തന്നെ ചെക്ക് വെഹിക്കിൾ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് റിമോട്ട് പരമായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ വണ്ടിയുടെ ഒരു ഫുൾ ഓപ്ഷനിൽ കാണുന്ന ഒരു മികവ് തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന വണ്ടിയുടെ പ്രൈസിനെ കുറിച്ചാണ്. അത്യാവശ്യം ഏറ്റവും കൂടുതൽ ചിലവാകുന്ന കുറച്ച് മോഡൽസിൻ്റെ സെലക്ട് ചെയ്തുകൊണ്ടുള്ള പ്രൈസാണ് ഞാൻ നിങ്ങളോട് ഓൺ റോഡ് പ്രൈസാണ് ഇപ്പോൾ പറയുന്നത്. 2024 ജൂലൈ മാസത്തെ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ഇതിൻ്റെ ഒരു പ്രൈസ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതിനകത്ത് ബേസ് വേരിയൻ്റ് ആണ് വരുന്നത്. STEയിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നു. അതിനകത്ത് ഓൺ റോഡ് വരുന്നത് 9,89,413 രൂപയാണ് STE ബേസ് വേരിയൻറ്റിന് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ STK പ്ലസ് ഡീസൽ മാനുവൽ. അതിന് 14,45,346 വരുന്നത് STK പ്ലസ് വേരിയൻറ്റിന്. പിന്നെ അതുപോലെ തന്നെ അടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ STS പെട്രോൾ IMT വരുന്നുണ്ട്. IMTയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ സെൽറ്റോസ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. അത് IMT വേരിയൻ്റ് ആണ് വരുന്നത്. STX പെട്രോൾ IMTക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15,45,940 ആണ് വരുന്നത്. അതുപോലെ തന്നെ DCT പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. അതിന് വരുന്നത് 15,41,000 രൂപയാണ് വരുന്നത്. ഡീസൽ IMT വരുന്നുണ്ട്. ഡീസൽ IMT ഏറ്റവും വേരിയൻ്റ് കുറച്ച് ടോപ്പ് വേരിയൻ്റ് വരുമ്പോൾ 17,90,000 റേഞ്ച് ആണ് പ്രൈസ് വരുന്നത്. അപ്പം കൂടുതൽ പോകുന്ന ഓപ്ഷൻസിൻ്റെ കുറച്ച് ഇതിൻ്റെ പ്രൈസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. നമ്മുടെ എല്ലാവർക്കും അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റിവ്യൂ ചെയ്ത വണ്ടിയുടെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ STX ഡീസൽ മാനുവലിൻ്റെ പ്രൈസാണ് 15,34,566 രൂപയാണ്. അത് 5th വേരിയൻ്റ് ആണ് വരുന്നത്. ഇതാണ് ആ വണ്ടിയുടെ പ്രൈസ് വരുന്നത്. സോ നമ്മൾ വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ പോവാണ്. വണ്ടിയുടെ ആ ഒരു ഇനീഷ്യൽ ടോർക്ക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ടോർക്കിഷാണ്. ഞാനിപ്പോൾ ഇത് 3rd ഗിയറിലാണ്. ഇപ്പം ഞാനിപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് ആ ഒരു പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊരു ആവറേജ്, നമുക്ക് ഒത്തിരി ഒരു ഫൺ ഡ്രൈവിന് വേണ്ടിയിട്ടുള്ള രീതിയല്ല, നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലി കാറായിട്ടുള്ള രീതിയിലുള്ള ആക്സലറേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് ഞാനൊരു 0 to 100 ശ്രമിച്ചിരുന്നു. നല്ല രീതിയിൽ ആ ഒരു നമുക്ക് 0 to 100 എത്തിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ സസ്പെൻഷൻ ഞാനിപ്പം അതിൻ്റെ സസ്പെൻഷൻ ചെക്ക് ചെയ്യുകയാണ്. അത്യാവശ്യം ഒരു ആവറേജ് ക്വാളിറ്റി സസ്പെൻഷനാണ് വരുന്നത്. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലി കാറിന് പ്രിഫറബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ സോഫ്റ്റ് സ്റ്റിയറിംഗ് വീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊരു രസമാണ് അറിയത് ഓടിക്കാൻ.
ഇത് നമ്മുടെ കയ്യിലൂടെ ഇങ്ങനെ തെന്നി മാറിപ്പോവുകയാണ്. കാരണം പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. ഒരു ഫാമിലി കാറ് തന്നെയാണ്, ഒന്നും പറയാനില്ല. ഒരു കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ചോയ്സ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഒത്തിരി പേര് കിയ വളരെയധികം ഇഷ്ടപ്പെടുന്നത് തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ലുക്സും എക്സ്റ്റീരിയർ ലുക്സും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ഹാൻഡിലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ നല്ല ക്വാളിറ്റി സ്വിച്ചസും കാര്യങ്ങളും എല്ലാം വളരെ ഹാൻഡിയാണ്, നമുക്ക് എല്ലായിടത്തും നമ്മുടെ കൈ എത്തുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കയറ്റം കയറ്റി നിങ്ങളെ കാണിക്കുന്നുണ്ട് വണ്ടിയുടെ ആ ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അത്യാവശ്യം ഒരു നല്ല കയറ്റമാണ്. സോ വണ്ടി ഞാനൊരു കയറ്റത്തിലേക്ക് കയറ്റാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ഇട്ടു. അതിനുശേഷം വണ്ടി ഒന്ന് പതുക്കെ വളയ്ക്കാൻ പോവുകയാണ്. ഈ സൂപ്പർ സോഫ്റ്റ് ഈ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വീണ്ടും എന്നെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഫസ്റ്റ് ഇടുകയാണ്. ഉറപ്പായിട്ട് അത്യാവശ്യം നല്ല കാല് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ലാഗ് നമുക്ക് അവിടെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു കയറ്റമാണ്, ഓഫ് കോഴ്സ് നല്ല അത്യാവശ്യം നല്ല കയറ്റമാണ്. പിന്നെ തേർഡ് ഇട്ട് നോക്കുകയാണ്. വീണ്ടും വണ്ടിയുടെ ആ ഒരു ആക്സലറേഷൻ നമുക്ക് അത്രയ്ക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. വണ്ടി വീണ്ടും ഒന്ന് സ്ലോ ഡൗൺ ആവുകയാണ്. വീണ്ടും ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് എത്തുന്നു. വണ്ടിയുടെ ആ ഒരു വണ്ടി തിരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ, ഒന്നും പറയാനില്ല. വണ്ടിയുടെ ആ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് പോയി ബ്രേക്ക് ചെയ്യണം. ഇപ്പം ഞാൻ പെട്ടെന്ന് പോയി ബ്രേക്ക് ചെയ്തു. വണ്ടി പെട്ടെന്ന് തന്നെ നിന്ന് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരാളൊക്കെ വന്ന് കുറുകെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നതാണ്. വാവ്, ബ്രേക്കിംഗ് ഈസ് അമേസിങ്. വണ്ടിയുടെ സോണറ്റ് തകർത്തു. കാരണം ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇവൻ പുലിയാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വണ്ടി ഇഷ്ടപ്പെടും. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിയ സോണറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്താണ്. അപ്പോൾ കോട്ടയത്തെ ഷോറൂമിൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് തരുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ അതേ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടുന്നാണോ നിങ്ങൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. നിങ്ങളെല്ലാവർക്കും ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ്, നമുക്ക് ഈ വണ്ടിക്ക് 3 വർഷത്തെ ഫ്രീ റോഡ് സൈഡ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. എപ്പോഴും നമുക്ക് എവിടെയെങ്കിലും പഞ്ചറാവോ ഇതാണോ ഉറപ്പായിട്ടും റോഡ് സൈഡ് അസിസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ റിവ്യൂ ചെയ്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 CRD എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരിക. ഡീസൽ വണ്ടിക്ക് മൈലേജ് വരുന്നത് ഏകദേശം 20 കമ്പനി പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു 16 to 17 നിങ്ങൾക്ക് സിറ്റി റൈഡിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു മൈലേജ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ലോങ് വരുമ്പോൾ ഉറപ്പായിട്ടും കൂടും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മൈലേജിൻ്റെ വരുന്നത്. എല്ലാവർക്കും അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വാറണ്ടിയെക്കുറിച്ചാണ്. 3 വർഷമാണ് വണ്ടിയുടെ വാറണ്ടി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വാറണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷവും കൂടെ എക്സ്ട്രാ വാറണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ സർവീസ് വരുന്നത് ആദ്യമേ 1000 കിലോമീറ്ററിനാണ് ഫ്രീ സർവീസ്, ആദ്യത്തെ ഫ്രീ സർവീസ്. അങ്ങനെ 3 ഫ്രീ സർവീസാണ് വരുന്നത്. 10,000 വരുന്നുണ്ട്, 20,000 വരുന്നുണ്ട്. ഇവർക്ക് കിയ വണ്ടിക്ക് നമുക്ക് ആഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ അടുത്ത് തന്നെയാണ് ആഡ് ബ്ലൂ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് റീഫിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് തീർന്ന അനുസരിച്ച് നമുക്ക് റീഫിൽ ചെയ്യാം. സർവീസിനകത്ത് 3 ഫ്രീ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര രൂപയാവും? കിയയുടെ സർവീസൊക്കെ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ എന്നും ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഏകദേശം 4,000 to 5,000 റേഞ്ചാണ് ഇതിൻ്റെ ഒരു ഏകദേശം എമൗണ്ട് സാറിന് വരാറ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി ഇന്നത്തെ കിയയുടെ റിവ്യൂ വരുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റീപ്ലൈ ചെയ്ത് നോക്കുക. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. ഒത്തിരി വെറൈറ്റി വീഡിയോസ് വരുന്നുണ്ട്. ക്രിഷ് മച്ചാൻസ് ഓട്ടോ വ്ളോഗിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ആൻഡ് ബൈക്ക് റിവ്യൂ വീഡിയോസാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി കാണണം. See you in the next video. Bye bye from Krish Machan.